കുറേ നാളിന് ശേഷം ഞാനൊന്ന് പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. വേറെ ഒന്നും നല്ല ഫുഡ് കഴിക്കാൻ തന്നെയാണ് മെയിനായിട്ട്. ഇപ്പോൾ പുറത്തിറങ്ങാറ് ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമാണ്. എന്നാൽ പിന്നെ കാര്യമായിട്ട് ഇതിന് കഴിക്കാന്ന് പറഞ്ഞിട്ട് നേരെ പോയത് വെഞ്ഞാറമൂടുള്ള ഒരു കടയിലാണ് കേട്ടോ. അകത്ത് കയറിയപ്പോഴത്തേക്കും എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലാത്ത തിരക്കാണ്. ഞാൻ ഇരിക്കുന്ന സീറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ കൂടെ ഇരിക്കുന്ന ആൾക്കാരെന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് അറിയുന്ന ആൾക്കാർ പോലും ഇല്ല. നമുക്ക് സീറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആരുടെയൊക്കെ കൂടി ഇരിക്കണം. വലത്തോട്ട് ഞാൻ ഇടത്തോട്ട് ഞാൻ ആരും അറിയാത്ത ആൾക്കാരാണ്. പക്ഷെ നമ്മൾ ആവശ്യപ്പെടുന്ന ഫുഡ് അവിടെ നമ്മൾ ടേബിളിൽ എത്തും കേട്ടോ. ഈ പറഞ്ഞ സാധനങ്ങളൊന്നും നമ്മൾ ജസ്റ്റ് ഊണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇവർ ഈ പറഞ്ഞ കൊഞ്ചും അതുപോലെ ബാക്കിയുള്ള സൈഡ് ഡിഷൊക്കെ അവർ തന്നെ കൊണ്ടുവെക്കുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ എടുക്കുക, ഇല്ലെങ്കിൽ അപ്പം വേണ്ടെന്ന് പറഞ്ഞ് കൊടുത്തേക്കാം. ഞാൻ പിന്നെ കൊഞ്ചുണ്ടപ്പോഴത്തേക്കും വേണ്ടെന്നൊന്നും പറഞ്ഞില്ല, അവിടെ തന്നെ അങ്ങ് വെച്ച്. അതിനുശേഷം ആയപ്പോഴത്തേനും അവർ ഓരോന്ന് ഇങ്ങനെ വിളമ്പി ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും അവരെന്ന് വന്നിട്ട് ഇങ്ങനെ ഓരോ സാധനം വേണമെന്ന് ചോദിക്കും കേട്ടോ. അവരെ കാര്യം ഇങ്ങനെ പ്ലേറ്റ് ഒക്കെ ഉണ്ടാവേ. അപ്പോൾ പ്ലേറ്റിലിരിക്കുന്ന ഇഷ്ടപ്പെട്ട സാധനം നമുക്ക് എടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇഗ്നോർ ചെയ്യാം. അങ്ങനെ കൊണ്ടുവച്ചാണ് കേട്ടോ. ഈ ക്രാബിന്റെ ഒരു മസാല എനിക്ക് കഴിച്ചിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ കുഞ്ഞു ക്രാബാണ്, അത്രേ ഉള്ളൂ. പക്ഷെ ടേസ്റ്റ് നല്ല അപാരമായിരുന്നു. ഞാൻ അവിടെ എത്തിയപ്പോഴത്തേക്ക് 2:30 മണി ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഏകദേശം ഐറ്റംസ് ഒക്കെ കഴിഞ്ഞായിരുന്നു. 12 മണി മുതൽ തുടങ്ങുന്നതാണ്. പിന്നെ എനിക്ക് ഈ ക്രാബും അതുപോലെ ഈ ബ്രോൺസ് ഒക്കെ കിട്ടിയത് ആരുടെയോ ഭാഗ്യമാണ്. പിന്നെ മീൻമുട്ട കിട്ടുന്ന ഒരുപാട് പ്രതീക്ഷിച്ചെങ്കിലും ലാസ്റ്റ് മൊമെന്റിൽ എനിക്ക് കിട്ടില്ല, അത് തീർന്നുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ വെഞ്ഞാറമൂടുള്ള രാജു തട്ടോടെയാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം പോകുന്നു. നെടുമങ്ങാട് നിന്ന് ഏകദേശം ഇത്രയും ലോങ് പോയിട്ട് കഴിക്കുന്ന ഇത് ആദ്യമായിട്ടാണ് കേട്ടോ. എനിക്ക് കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയുടെ പോസ്റ്റ് ചെയ്യുന്നത്.